നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറയാൻ. ജനങ്ങളൊന്നാകെ, ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിരിക്കട്ടെ. എല്ലാരും കൂടി മോനെ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച നന്മയല്ലാതെ മറ്റൊന്നും ആർക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുകയില്ല. ولو اجتمعوا وإن اجتمعوا على أن يضروك لم يضروك بشيء إلا بشيء قد كتبه الله عليك. ജനങ്ങളെല്ലാവരും കൂടി നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യണം, നിങ്ങൾ അപമാനിക്കണം, നിങ്ങളെ നിന്ദ്യനാക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യണമെന്ന് ലോകത്തെ എല്ലാവരും വിചാരിച്ചു എന്നിരിക്കട്ടെ. അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ മോനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിവുള്ളതല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഈമാൻ ഉറപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഈമാന ഖബ്ല അൻ യുഅല്ലിമനൽ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതിന്റെ മുമ്പേ ഞങ്ങൾക്ക് നബിതങ്ങൾ ഈമാൻ പഠിപ്പിച്ചു തരുമായിരുന്നു. ഈമാൻ ഉറപ്പിക്കുക, അല്ലാഹു ആരാണെന്ന വിശ്വാസം ഉണ്ടാവുക. അല്ലാഹു ഖാലിഖാൻ, അവനാണ് എന്റെ സ്രഷ്ടാവ്, അവൻ എന്നെ നോക്കിക്കാണുന്നവനാണ്. റഖീബാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹു എന്റെ കൂടെയുണ്ട്. വഹുവ അഖ്റബു ഇലൈക്കും മിൻ ഹബിലിൽ വരീദ്. നമ്മുടെ തൊണ്ടയുടെ നാഡിയേക്കാളും അല്ലാഹു നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന ബോധം ഒരു കൊച്ചുകുട്ടിയിൽ ഉണ്ടാക്കി കൊടുത്താൽ, ആ കുഞ്ഞ് വളർന്നാൽ വഴിതെറ്റുന്ന പേടിക്കണ്ട. ഈ റുസൂഖ്, ഈമാനികമായ അടിത്തറ നബിതങ്ങൾ നൽകിയതിന്റെ ശേഷമായിരുന്നു സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നത് എന്ന് അസ്ഹാബമാർ പറയാറുണ്ട്. നബിതങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നപ്പോ ഞങ്ങൾക്ക് ആദ്യം ഈമാൻ പഠിപ്പിച്ചു തരും, പിന്നെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്, ഖുർആൻ ഞങ്ങൾ ഓതി പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈമാനിൽ നിന്നും ഈമാനിലേക്ക് അള്ളാഹു ഞങ്ങൾക്ക് ഉയർച്ച തന്നു. ഈമാനിൽ നിന്ന് ഈമാനിലേക്ക് ഈമാൻ ഞങ്ങളുടേത് വർദ്ധിച്ചു. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോ ആളുകൾ ഖുർആൻ ആദ്യം പഠിച്ചു, കുട്ടികൾ ആദ്യം ഖുർആൻ പഠിച്ചു. പക്ഷേ അവർക്ക് ആരുടെ വാക്കാണ് ഖുർആൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ, ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാതെ, ആഖിറം ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഈമാനിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആദ്യം ഈമാൻ കൊടുക്കുകയും പിന്നീട് അവർക്ക് ഖുർആൻ നൽകുകയും ചെയ്തു പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി നബിതങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഹബീബിന്റെ ചുറ്റുമുണ്ടായിരുന്ന വളരെ പ്രിയപ്പെട്ടവർ ഹബീബിന്റെ യുവാക്കളായ സ്വഹാബിമാരാണ്. ആ യുവാക്കളിലുണ്ട് പ്രഗൽഭനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് ബിലാൽ ഇബ്നു റബാഹ് എന്നവർ, അവരിലുണ്ട് മുസ്അബ് ഇബ്നു അല്ലാഹു കൂടെ എപ്പോൾ ണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞില്ലേ, രണ്ട് ചെറുപ്പക്കാരായ എന്നെ വന്ന് തോണ്ടിയത്, എന്റെ ചുമൽ വന്ന് തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഇതിൽ ആരാണ് അബൂജഹൽ എന്ന് കാണിച്ചു തരുമോ? സമിഅനാ അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അവൻ ചീത്ത പറയുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തരാമോ? രണ്ട് ചെറുപ്പക്കാരാണ്, മുഅവ്വദ് എന്നവരും മുആദ് എന്നവരും. മുഅവ്വദ് ഇബ്നു അഫ്റാ, മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുആദ് എന്നവര്. 13-14 വയസ്സേ പ്രായമുള്ളൂ. ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ ആ കാണുന്നതാണ് അബൂജഹല്. പറഞ്ഞു കൊടുത്തത് പരമാർത്ഥം. ആ യുദ്ധക്കളത്തിലേക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഓടിച്ചെന്നത്. അബൂജഹലിനെ കുതിരപ്പുറത്തുനിന്നും വെട്ടി താഴ്വീഴ്ത്തിയത് രണ്ട് ചെറുപ്പക്കാരാണ്, മുഅവ്വദ് മുആദ്. അവര് അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധത്തിന് വരാൻ സമ്മതം ചോദിക്കുമ്പോ അവർ തള്ളവിരലിൽ നിന്നുകൊണ്ടാണ്, നബിയെ ഞങ്ങൾ പൊക്കമുള്ളവരാണ്, ഞങ്ങൾ മുതിർന്നവരാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് നബിയെ കാണിക്കാൻ അവർ മുന്നോട്ട് വന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മാഷാ അല്ലാഹ്. ആ അബൂജഹൽ താഴെ വീണപ്പോ അബൂജഹലിന്റെ കഥ കഴിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ മെലിഞ്ഞ സ്വഹാബിയാണ്. അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നപ്പോ അബൂജഹൽ ഒരു വാക്ക് പറഞ്ഞു, ലഖദ് ഇർതഖൈത മുർതഖൻ സഅബാ,
വളരെ പ്രയാസകരമായ ഒരു ഉയർന്ന കുന്നിലേക്കാണ് മോനെ നീ കയറി നിൽക്കുന്നത് കേട്ടോ. അബ്ലിഗ് മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി അക്റഹു. മുഹമ്മദ് നബിയോട് ചെന്ന് പറ, ഞാൻ അവരെ വെറുക്കുന്നു എന്ന് നബിയോട് ചെന്ന് പറ എന്ന് അവസാനത്തെ നേരത്ത് പറഞ്ഞ ആളാണ് അബൂജഹൽ. അബൂജഹലിന്റെ കഴുത്തെടുത്ത് കൊണ്ടുവരുന്നത് ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. വളരെ വലിയ ഈമാനും വലിയ തന്റെ ഇടവും ഹബീബായ നബിയുടെ കാലത്ത് ചെറുപ്പക്കാർ കാണിക്കാൻ. ആ നേരത്തൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെന്തായിരിക്കും? വല്ല വാട്സപ്പിൽ ഗെയിമും കളിച്ചിരിക്കേ, അല്ലെങ്കിൽ വല്ല കാമുകന്മാർ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റിങ്ങോ, വല്ല സിനിമാ കഥകളോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വല്ല ഫുട്ബോൾ മാച്ചുകളെ സംബന്ധിച്ചോ. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതാണ് ചിന്ത. സ്വഹാബികൾ കരയുമായിരുന്നു. നബിതങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിച്ച് നബിതങ്ങൾ അവരെ കൊണ്ടുപോവാൻ തങ്ങളുടെ കയ്യിൽ വഴിയില്ലാതെ വരുമ്പോ അവരെ പൊട്ടിക്കരയും. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ. ബിസ്മില്ലാഹ് അഊദു ബില്ലാഹി സമീഉൽ അലീം. വലാ അലൽ ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. നബിയേ, ചില ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുമ്പോ, അങ്ങയുടെ അരികത്തേക്ക് വരുമ്പോ, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, യുദ്ധത്തിന് പോരാൻ സമ്മതം ചോദിച്ചു വരുമ്പോ, അവരെ കൊണ്ടുപോകാൻ ഒരു വാഹനമില്ലാതെ വരുമ്പോ അങ്ങ് സങ്കടത്തോടെ പറയുമല്ലോ, ലാ അജിദു മാ അഹ്മിലുകും അലൈ, യുദ്ധത്തിന് വരാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, നിങ്ങൾക്ക് പോകാൻ വാഹനമില്ല എന്ന് പറയുമ്പോ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു നടക്കുന്നു. അഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസന, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകാറുള്ളത് വീട്ടിലേക്ക്. അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ നബിയെ അങ്ങയുടെ സ്വഹാബികളിൽ നിന്ന്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ ഹബീബിന്റെ സ്വഹാബത്തിനെ പരിചയപ്പെടുത്തുന്നു. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവരുടെ പ്രിയപ്പെട്ട അനുജൻ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, ഉമൈറേ, നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് പറ്റില്ല. 13 വയസ്സായിരുന്നു. പറ്റില്ല ഉമൈറേ, പറ്റില്ല. പറഞ്ഞു നബിയേ, അഹ്മിലുസ്സുയൂഫ്, എനിക്ക് നിങ്ങളുടെ വാളുകൾ ചുമക്കാൻ കഴിയും നബി, ഞാൻ അത് ചെയ്തേക്കാം. ഞാനൊരു വളണ്ടിയർ ആയിട്ട് വരാം ഈ യുദ്ധത്തിലേക്ക്, വാളുകൾ ചുമന്നു തരാം, എന്റെ ജോലി അതാണ്. എന്നാൽ ആവട്ടെ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എന്റെയും കൂട്ടുകാരുടെയും വാള് അവരുടെ ചുമലിൽ കെട്ടിക്കൊടുക്കും. ആ വാള് താഴെ തിഴയുന്നുണ്ടാകും. വാളിനേക്കാളും നീളം കുറവായിരുന്നു ഉമൈർ എന്ന ചെറുപ്പക്കാരനായ കുട്ടി. ആ സ്വഹാബി 13 വയസ്സുള്ള സമയത്താണ് പരിശുദ്ധമായ ഉഹദിലേക്ക് വന്ന് അള്ളാഹുവിന്റെ ഈ ലോകത്ത് നിന്ന് രക്തസാക്ഷിത്വം വാങ്ങി അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പറന്നുപോയത് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അവർ കരയുമായിരുന്നു, നബിയെ ഞങ്ങൾക്കും പോകണം, നബിയെ ഞങ്ങൾക്കും വരണം. ഈ ഒരു ചെറുപ്പക്കാരുടെ ലോകത്ത് നിന്നാണ് നമ്മൾ ആധുനിക ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇത്രയും സീരിയസ് ആയി ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളിൽ അധപ്പതനവും മാറ്റങ്ങളും ഉണ്ടായത് എന്ന് അല്ലാഹു ഈ സമൂഹത്തിന് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, നമ്മളിൽ മാറ്റം വരുത്താതെ തീർച്ചയായും അള്ളാഹു അവന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ വഴിക്കാണ് നമ്മുടെ ചർച്ചയുടെ ബാക്കി ഭാഗം കടന്നു പോകാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങളിലേക്കുള്ള വലിയ ഒരു ഫണ്ട് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് റാഹത്തുള്ള മഴ പെയ്യുന്നുണ്ട്. പന്തലൊക്കെ ഇത്രയും വലിയൊരു ചെലവ് വരുത്തി നമ്മൾ പന്തലിട്ട സ്ഥിതിക്ക് ഒരു മഴ പെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സങ്കടമായി പോകും.